നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകവിശ്വാസികൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന സൗദിയിലെ മക്ക. ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലെ കബയുടെ പുറത്ത് ഒരു മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്ന അതിപുരാതനമായ ഒരു കറുത്ത കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് പറയപ്പെടുന്നത്. അല്ലാഹുവിനെ ആരാധിക്കുവാനായി മനുഷ്യൻ ഭൂമിയിൽ സ്ഥാപിച്ച ആദ്യത്തെ മന്ദിരമാണ് ഇവിടത്തേത്. അതിന്റെ ആരംഭകാലം മുതൽ തന്നെ ഏക ദൈവാരാധനയ്ക്ക് സാക്ഷ്യം വഹിച്ച ഒന്നാണ് ഹജറുൽ അസ്വദ്. കബ പ്രദക്ഷിണ സമയം നിശ്ചയിക്കുന്നതിനുള്ള അടയാളമായി പ്രവാചകൻ ഇതിനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നും വിശ്വസിക്കപ്പെടുകയാണ്. അങ്ങനെ ഇതിനെ ചുംബിക്കുകയോ സ്പർശിച്ച് മുത്തം വയ്ക്കുകയോ ചുരുങ്ങിയ പക്ഷം കൈകൊണ്ട് അതിനു നേരെ ആംഗ്യം കാണിക്കുകയോ ചെയ്തിട്ട് വേണം തവാഫ് ആരംഭിക്കേണ്ടത് പോലും. ഇത്തരത്തിൽ പരിശുദ്ധ മക്കയിലെ കബയിലുള്ള ഈ അതിപുരാതന ശിലയ്ക്ക് ഇസ്ലാം മതവിശ്വാസമായി അത്ര അഭേദ്യമായ ബന്ധമാണുള്ളതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ ശിലയുടെ ചിത്രങ്ങൾ ഇതാദ്യമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. സൗദിയിലെ ഗ്രാൻഡ് മോസ്ക് അഫയേഴ്സ് ജനറൽ പ്രസിഡൻസിയാണ് ഈ ചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന്റെ 1050 ചിത്രങ്ങൾ വിവിധ കോണുകളിൽ നിന്നായി എടുക്കാൻ മാത്രം ഏകദേശം 7 മണിക്കൂറുകൾ എടുത്തു എന്നാണ് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇത് ഡെവലപ്പ് ചെയ്യുവാനും മറ്റുമായി 50 മണിക്കൂർ എടുത്തുവത്രേ. ഇതുകൂടാതെ ആദമിന്റെയും ഹവ്വയുടെയും കാലത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ശിലാരൂപം മക്കയിലെ ഗ്രാൻഡ് മോസ്കിലുള്ള കബയുടെ കിഴക്കേ മൂലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ക്രിസ്തുവർഷം 605 പ്രവാചകനായ മുഹമ്മദ് നബി ഈ ശിലാരൂപം കെട്ടിടത്തിന്റെ ചുമരിനോട് ചേർന്ന് സ്ഥാപിച്ചതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതുകൂടാതെ ഇതിനുശേഷം പലപ്പോഴായി ഇത് ഉടഞ്ഞിട്ടുണ്ടെങ്കിലും പഴയ രൂപത്തിലാക്കി വെള്ളി കെട്ടി കബയുടെ വശത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് അധികൃതർ. വ്യത്യസ്ത ഫോക്കസുകളിൽ എടുക്കുന്ന വിവിധ ചിത്രങ്ങൾ ഒന്നിച്ചു ചേർക്കുന്ന ഫോക്കസ് ടേക്കിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് എന്ന് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കറുത്ത ശില എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണിപ്പോൾ ഈ കല്ലിന് കാണുവാൻ സാധിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചാരനിറത്തിലുള്ള ഭാഗങ്ങളും ഇതിൽ കാണുവാൻ സാധിക്കും. അതേസമയം ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഈ രൂപത്തിന്റെ ചിത്രം പ്രസിദ്ധപ്പെടുത്തുന്നത് എന്നതിനാൽ തന്നെ ഇത് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു നടപടിയാണെന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക പഠന വിഭാഗത്തിലുള്ള ഒരു അധ്യാപകൻ പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് പോലെ ഇതൊരു കറുത്ത കല്ലല്ലെന്ന് താൻ അറിയുന്നത് ഇപ്പോഴാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ചരിത്രത്തിലാദ്യമായി ഇത്തരമൊരു നടപടി അഭിമുഖീകരിക്കുകയാണ് വിശ്വാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.